കൂട്ടുകാരെ, അലേഹ റഫീഖിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പപ്പടം കാച്ചണ കുറേ പൊടിഞ്ഞ പപ്പടം മെച്ചം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പപ്പടക്കറി ആയാലോ ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ചേച്ചി അതിനായിട്ട് ഒരു പപ്പടക്കറി വെക്കാൻ പോയി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ. പൊടിഞ്ഞ പപ്പടം കൂടി ഞങ്ങൾ പെട്ടെന്നൊരു കറി 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും വെക്കുമ്പോഴത്തെ രീതിയിലല്ല ഞാനിത് വെക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ് വെക്കുക. എല്ലാവരും പപ്പടക്കറി വെക്കുന്ന രീതിയിലല്ല, ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിലോട്ട് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയുടെ അകത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം, നമുക്ക് ഇത് കുറച്ചേ ഉള്ളൂ, ചെറിയൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 2-3 പേർക്ക് കൂട്ടാൻ പറ്റും ഒരു ചെറിയ കറിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അതിന് വളരെ കുറച്ച് സാധനങ്ങൾ നമുക്ക് മതി. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുകിട്ടിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി 2 വറ്റൽമുളകിട്ട് അത് പൊട്ടി. നമുക്ക് 2 പച്ചമുളക്, വളരെയേറെ സാധനങ്ങൾ കുറച്ചാണ് വെച്ചെടുത്തേക്കുന്നത്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഒരു മീഡിയം സവോള. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം മൊഴിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തായിട്ട് ഈ ഒരു മീഡിയം സവോള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേച്ചി. അത് നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് വേണ്ട. നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനാ, പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ 2 പപ്പടം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വന്നു നമുക്ക് പെട്ടെന്നൊരു കറി ഇല്ലെങ്കിൽ നമുക്ക് 2 പപ്പടം ഉണ്ടെങ്കിൽ ആ പപ്പടം കൊണ്ട് നമുക്ക് പപ്പടം വറക്കുകയും ചെയ്യാം. നമുക്ക് അതായിട്ട് കറിയും വെക്കാം. മെച്ചമല്ല, പൊടിഞ്ഞു പോണ പപ്പടം നമ്മൾ എന്തിന് വേസ്റ്റ് കളയാനാണ് മക്കളെ. അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ചേച്ചി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വാടിയെടുക്കാം. ചേച്ചി പല പ്രാവശ്യം പറയാറുണ്ട്, ചേച്ചി ഓരോ വീഡിയോയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു കറി ഇല്ലെന്നും പറഞ്ഞ് നമ്മളിരിക്കേണ്ട, നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ആ കറി ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തായിട്ട് ഒരു നല്ല പഴുത്ത ഒരു മീഡിയം തക്കാളി, പിന്നെ ഇതിനകത്ത് അതായത് നല്ലോണം ഇത് വേണം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളി. സവോളയൊക്കെ നല്ലോണം വെന്ത് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മളിതൊക്കെ നല്ലോണം വേവിച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നമുക്കിതിനാവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ അതിനായിട്ട് ഒരല്പം ഒരു പിഞ്ചി പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും പപ്പടക്കറിയുടെ. ഈ രീതിയിൽ നിങ്ങൾ കണ്ടായില്ലെന്ന് എനിക്കറിയില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കും. ചേച്ചി ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ചേച്ചി എടുത്തേക്കണം. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, വളരെ കുറച്ചാണ് നമ്മളെല്ലാ ഇതും എടുത്തേക്കണത്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിനി അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് പപ്പടം എന്തോരം ഉണ്ട്, എത്ര പേർക്ക് കഴിക്കാം, ആ രീതിയിൽ നിങ്ങൾ പിന്നെ സാധനങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി. ഞാൻ ഒരു സ്പൂണ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മാത്രം നമ്മളിത് കൂടുതൽ എടുത്തേക്കണം. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റി നമ്മളിതിനകത്ത് പപ്പടം, ഞാൻ ഇത്രയും പപ്പടം എടുത്തിട്ടുണ്ട്, പൊടിഞ്ഞ പപ്പടം ഇത്ര ഉണ്ട്. ഇത് ഇപ്പം പപ്പടം ഒരു മുഴുവത്താടെയുള്ള പപ്പടം ആണെങ്കിൽ ഒരു 4 പപ്പടം ഉണ്ടാവും. നമ്മളിത് പൊടിഞ്ഞതായ കാരണം നമുക്ക് അളവിൽ എന്തെങ്കിലും ചേച്ചി ഒരു ഉദ്ദേശം പറയുകയാണ്, ഒരു 4 പപ്പടമെങ്കിലും ഉണ്ടാകും. അപ്പം നമ്മൾ 3 പേർക്ക് കഴിക്കാനുള്ള കറിയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. പപ്പടം നമ്മൾ കൈ കൊണ്ട് നല്ലോണം പൊടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നല്ലോണം പൊടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് നമ്മുടെ
പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം നമ്മൾ ഫ്ലെയിം തീരെ കുറച്ച് വേണം വെക്കാൻ. അപ്പം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പപ്പടമൊക്കെ നമ്മുടെ ഗ്രേവിയിലൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. വായിൽ കപ്പലിടും. നമുക്ക് ഒരു പാത്രം ചോറ് തിന്നാം. കൊതിയോറുന്ന രസമാണ്, വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിന് വേണ്ടത്, നമുക്ക് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് തേങ്ങാപ്പാൽ. എല്ലാവരും ചിലപ്പോൾ ഇതിൽ ഒഴിക്കുന്നത് വെള്ളമാണ്. ചേച്ചി നല്ല തലപ്പാലാണ്. ആദ്യത്തെ പാല് തലപ്പാൽ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അത് നല്ലോണം പിന്നെ മിക്സിയിലടിച്ച് കുറുകം പാല്, ഒരു കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ തിക്കോട് കൂടിയുള്ള ഗ്രേവിയാണ്. നമ്മളപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പടക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം തീരെ കുറച്ചാണ് വെച്ചേക്കണത്, അല്ലെങ്കിൽ അത് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പിരിഞ്ഞിരിക്കും. അപ്പം നമ്മുടെ വളരെ എളുപ്പവും വളരെ രുചികരവുമായിട്ടുള്ള പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട് മക്കളെ, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടെ ഞാനിപ്പോൾ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും അതൊക്കെ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്ലീസ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചേച്ചിക്ക് വേണം. ചേച്ചിക്ക് ഇപ്പോൾ വളരെയേറെ ആവശ്യമാണ് സപ്പോർട്ട്. വളരെ എളുപ്പവും വളരെ രുചികരവുമായ നമ്മുടെ പപ്പടക്കറി വേറെ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറി. അത് കണ്ട വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം.